മുംബൈനെ കുറിച്ച് പറയുമ്പോൾ നമുക്കും എല്ലാവർക്കും അറിയാം, മുംബൈ എന്ന് പറയുന്നത് ഒരു തിരക്ക് പിടിച്ച സിറ്റിയാണ്. അതുപോലെ തന്നെ ചേരികളൊക്കെ ഉള്ള ഒരു തിങ്ങി താമസിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റിയാണ്. ഈ മുംബൈ നമ്മൾ മഹാരാഷ്ട്രയിൽ മുംബൈനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഒരുപാട് ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇന്നത്തെ നമ്മുടെ യാത്ര മാഥെരൻ എന്നറിയപ്പെടുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസായ ഒരു ഹിൽ സ്റ്റേഷനിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മളീ പോകുന്ന മാഥെരൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ വാഹനങ്ങൾ പരിപൂർണമായി വിലക്കപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനാണ്. ഈ ഒരു സ്ഥലത്തോട്ട് നമുക്ക് ട്രെയിൻ മാത്രമല്ല ടാക്സി ആയിട്ട് പോകാം, അതുപോലെ സ്വന്തമായിട്ട് വണ്ടി ഉള്ളവർ അത് യൂസ് ചെയ്ത് പോകാവുന്നതാണ്. ഞങ്ങൾ പോകുന്നത് ട്രെയിനിലാണ്. പനവേലിൽ നിന്നാണ് ട്രെയിനിന് യാത്ര പോകുന്നത്. എങ്ങനെയൊക്കെ പോകണം എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ പറയാം. നിങ്ങൾ ട്രെയിനിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വരേണ്ട റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. നരാൽ എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിലാണ്. ഇവിടുന്ന് ആണ് ട്രെയിൻ സർവീസ് ഉള്ളത്. ട്രെയിൻ സർവീസ് എന്ന് ഉദ്ദേശിച്ചത് സാധാ ട്രെയിനല്ല, ഒരു ടോയ് ട്രെയിനാണ്. 3 മണിക്കൂർ നീണ്ട ഒരു ടോയ് ട്രെയിനാണ്. ടിക്കറ്റ് ഓൺലൈനിൽ അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. ആദംജി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ് ഈ ഒരു റെയിൽവേയുടെ സ്ഥാപകന്. ഇവരുടെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ സ്ഥാപിച്ചതാണ് ഈ ഒരു കാണുന്ന ഈ ഒരു ട്രെയിൻ സർവീസ്. ഡെയിലി 2 സർവീസാണ് ഉള്ളത്. 8:45 അതുപോലെ തന്നെ 11 മണിക്കായിട്ട് 2 സർവീസാണ് ഉള്ളത്. സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം 6:30 കാണിക്കും, പക്ഷേ അവർ സൈറ്റ് അപ്ഡേറ്റഡ് ആക്കിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഓൺലൈനിൽ ബുക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രെയിന് ടിക്കറ്റ് സീസണിലൊക്കെ റിസ്ക് ആയിരിക്കും. ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് റിസ്ക് ആയിരുന്നു, പക്ഷേ ഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഡീലക്സ് കോച്ച് എന്തായാലും കിട്ടി. ക്യാഷ് 340 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഒരു കോച്ചിന് കിട്ടിയത്. ജനറലൊന്നും അത്ര ക്യാഷ് ഇല്ല, ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. ഞങ്ങൾ സീസണിലായതുകൊണ്ട് പിന്നെ കിട്ടിയ കോച്ചിൽ ഞങ്ങൾ കയറിയതാണ്. നിങ്ങൾ മാതേലിലോട്ടാണ് പോകാൻ ഉദ്ദേശിച്ചെങ്കിൽ ഈ ടോയ് ട്രെയിനിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ടാക്സി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വാഹനങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഈ ഒരു ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരും ഈ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് ഈ ഒരു ട്രെയിൻ വഴി മാതേലിലോട്ട് പോകുന്നത്. സാധാരണ ട്രെയിനുകളൊക്കെ പോകുന്ന പോലെ ഹൈ ഫാഷനൊന്നുമല്ല ഈ ഒരു ട്രെയിൻ പോകുന്നത്. ഒരു 30-40 സ്പീഡ് റേഞ്ചിലാണ് ഈ ഒരു ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. മൂന്ന് മണിക്കൂർ നീണ്ട ഒരു യാത്ര, അതും കാടും കുന്നുകളും മലകളൊക്കെ കയറി താണ്ടിയുള്ള ഈ ഒരു ട്രെയിൻ യാത്ര നാച്ചുറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, നാച്ചുറൊക്കെ ആസ്വദിക്കുന്നവർക്ക് വല്ലാത്തൊരു അനുഭവമായിരിക്കും. നിങ്ങൾ മഴക്കാലത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു റേഞ്ച് കംപ്ലീറ്റ് തന്നെ മാറിയിട്ടുണ്ടായിരിക്കും. പച്ചപ്പൊക്കെ കൂടിയിട്ട് പോകുന്ന വഴിയിലൊക്കെ നമുക്ക് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെ ആയിരിക്കും.
3 മണിക്കൂർ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ആവശ്യം വന്നാൽ അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വിട്ടുപോയാൽ എന്ത് ചെയ്യുന്നതാണ്. പക്ഷേ ആ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് 2 സ്റ്റേഷനായിട്ട് ആദ്യം വരുന്നുണ്ട്. ഈ ഒരു മല കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു നെക്സ്റ്റ് സ്റ്റേഷൻ വരുന്നുണ്ട്. ആ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുറഞ്ഞ് 2-3 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേഷൻ വരുന്നുണ്ട്. ഈ കാണുന്ന സ്റ്റേഷനാണ് ഫസ്റ്റ് സ്റ്റേഷനായിട്ട് വരുന്നത്. ജുമാപ്പതി എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേഷൻ. ആദ്യം മല കയറി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണിത്. ഈ ഒരു യാത്രയിൽ എനിക്ക് തോന്നിയ മറ്റൊരു ഫീലിംഗ് എന്താ വെച്ചാൽ, ഈ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അതായത് നിങ്ങൾ ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് വെച്ചാൽ ഏകദേശം 30-20, ചില സമയത്തൊക്കെ പതുക്കെയാണ് പോകുന്നത്. നമ്മൾ ചെറുതായിട്ട് ഓടുന്നതായിട്ടും നടക്കുന്ന രീതിയിലുള്ള ഒരു സ്പീഡിലാണ് തന്നെയാണ് ഈ ഒരു ട്രെയിനിൻ്റെ യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഏരിയകൾ, ഇത്രയും മലകളൊക്കെ 3 മണിക്കൂറിനുള്ളിൽ കവർ ചെയ്ത് കണ്ട് ആസ്വദിക്കുവാനും ഒരു ട്രെയിൻ ട്രെക്കിംഗ് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഈ ഒരു കാണുന്ന റൂട്ടാണ് നമ്മൾ ടാക്സി വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വാഹനങ്ങളായിട്ട് വരുന്നവരാണെങ്കിൽ ഈ ഒരു റൂട്ടായിരിക്കും നമ്മൾ വരുന്നത്. നമുക്ക് കാണാം ഒരുപാട് പേര് ടാക്സി യൂസ് ചെയ്തിട്ട് ഈ ഒരു റൂട്ടിൽ പോകുന്നത് കാണാം. ഈ ഒരു റൂട്ടിനൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ട്രെയിൻ കടന്നു പോകുന്നത്.
പോയിന്റിലെത്തി നമ്മൾ താഴോട്ട് നോക്കുമ്പോഴാണ് ട്രെയിൻ എത്രത്തോളം ടോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂ നമുക്ക് മനസ്സിലാകുന്നത്. താഴെ സിറ്റി കാണുന്നുണ്ട്, അത്രത്തോളം ടോപ്പൊക്കെ നമ്മൾ കയറി പോകുന്നുണ്ട്. അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത്രത്തോളം റേഞ്ചിൽ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു അനുഭവം തന്നെയാണ്.
അങ്ങനെ നമ്മൾ മാതേരിൽ എത്തിയിട്ടുണ്ട്. മാതേരൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ വാഹനങ്ങൾ വിലക്കപ്പെട്ട ഏക ഒരു ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഒരു സ്റ്റേഷനാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. വാഹനങ്ങൾ വിലക്കപ്പെട്ട പ്രദേശമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രദേശം കംപ്ലീറ്റ് കറങ്ങാൻ വേണ്ടി ഇവർ പ്രൊവൈഡ് ആണ് കുതിര സർവീസ്. ഇവിടെ 800 രൂപയാണ് പെർ ഹെഡിന് ഇവർ അന്ന് ചോദിക്കുന്നത്. പക്ഷേ അവിടെ ബോർഡിൽ 500 രൂപയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പോയ സമയത്ത് 800 രൂപ ആയിരുന്നു. ഈ മാതേരിലെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് വന്ന റൂം ഇവിടെ കിട്ടില്ല. ഈ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റൂം കിട്ടണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിടൊക്കെ വേണം. അത് കാരണം എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി റീസണിന് വേണ്ടിയാണ്. ചിലവരൊക്കെ ഒറ്റയ്ക്ക് വന്ന് മാനസിക വിഭ്രാന്തിയുള്ളവരൊക്കെ വന്നിട്ട് ശേഷം സൂയിസൈഡൊക്കെ അറ്റംപ്റ്റ് ഉള്ളത് കൊണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ റൂം കിട്ടണമെങ്കിൽ പോലീസ് സ്റ്റേഷനൊക്കെ പോയി ഒപ്പിട്ടിട്ട് വേണം. നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ കാലാവസ്ഥ ഒക്കെ നോക്കിയിട്ട് വേണം വരാൻ. അതായത് നിങ്ങൾക്ക് ഇവിടെ കാഴ്ചക്ക് നല്ലൊരു കാഴ്ച കിട്ടണമെങ്കിൽ മഴക്കാലമൊക്കെ കഴിഞ്ഞ ഉടൻ വന്നു കഴിഞ്ഞാൽ അത്രയും വെള്ളച്ചാട്ടങ്ങളും ലൈക്കിൻ്റെ ഒരു വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് തിരിച്ചു പോകുന്ന ട്രെയിൻ. മാത്തേരിൽ നിന്ന് നെരാൽ ജംഗ്ഷനിലോട്ട് തിരിച്ചു പോകുന്ന ട്രെയിനാണിത്. നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ പുറകോട്ട് 1 കിലോമീറ്റർ നടന്ന് ആ ഒരു സ്റ്റേഷനിൽ നിങ്ങൾക്ക് ബസ് സർവീസ്, അതുപോലെ തന്നെ അതുവരെയാണ് നമ്മൾ വാഹനങ്ങൾ വരുന്ന സ്റ്റേഷന്. അവിടെ നിന്ന് ഇങ്ങോട്ട് വാഹന സർവീസ് ഇല്ല. ആ ഒരു സ്റ്റേഷനിൽ പോയതിന് ശേഷം ബസ് സർവീസ്, അതുപോലെ തന്നെ ഷെയർ ടാക്സി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ഒരു റൂട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങൾക്ക് ചുരത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ആ ഒരു റൂട്ട് ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഏതൊരു ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും നമുക്ക് പോയാൽ കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ അവിടെയുള്ള ജനങ്ങൾ അവരുടെ നിത്യജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ ടൂറിസ്റ്റുകളെ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. ആ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റാത്ത ഒരുപാട് ജീവിതം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ തന്നെ ഈ ടൂറിസ്റ്റുകൾ വരുന്നു, അവരുടെ ലഗേജുകൾ വാഹനങ്ങളില്ലാത്തത് കൊണ്ട് ഇവരുടെ ലഗേജുകൾ ഏറ്റി കൊണ്ടുവന്ന് അവരുടെ റൂമിൽ കൊണ്ടുവെക്കുന്നു. അതൊരു തൊഴിലാക്കി ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ, ഇത്രയും മനോഹരമായ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റാതെ ജീവിക്കുന്ന ഒരുപാട് ജനങ്ങൾ തന്നെ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. അങ്ങനെ യാത്രയുടെ പല അനുഭവങ്ങൾ നമുക്ക് പങ്കുവെച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.